ടെക് ലോകത്തെ വാർത്തകൾ. TCSൽ കൂട്ടപ്പിരിച്ചുവിടൽ. ഈ വർഷം 12,000 ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ ഏറ്റവും വലിയ IT സേവന സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലിന് ഒരുങ്ങുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ 2% ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുകയാണ് ലക്ഷ്യം. സീനിയർ വിഭാഗത്തിലുള്ളവരെയായിരിക്കും പ്രധാനമായും കൂട്ടപ്പിരിച്ചുവിടൽ ബാധിക്കുകയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ദ്രുതഗതിയിലുള്ള സാങ്കേതിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ TCSനെ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. AI ഓപ്പറേറ്റിംഗ് മോഡലിലേക്ക് കമ്പനി മാറുന്നതിന്റെ ഭാഗമായാണ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത്. TCSന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ജീവനക്കാരെ ഈ തീരുമാനം ബാധിക്കും. ജൂണിൽ അവസാനിച്ച ഏറ്റവും പുതിയ പാദത്തെ കണക്കുകളനുസരിച്ച് TCSന് 6,13,000 ജീവനക്കാരുണ്ട്. അതേസമയം ഇടപാടുകാർക്ക് സേവനം നൽകുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കൃത്യമായ ശ്രദ്ധയോടെയായിരിക്കും പിരിച്ചുവിടലെന്നും TCS ഉറപ്പു നൽകി. ഇന്ത്യയുടെ $283 ബില്യൺ ഔട്ട്സോഴ്സിംഗ് മേഖല വൻ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് TCSന്റെ കൂട്ടപ്പിരിച്ചുവിടലെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ലയും സാംസങ് ഇലക്ട്രോണിക്സും ചിപ്പ് വിതരണ കരാറിൽ ഒപ്പുവെച്ചു. $16.5 ബില്യൺ കരാർ. ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് കമ്പനിയായ സാംസങ്ങും അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയും വമ്പൻ കരാറിൽ ഒപ്പുവെച്ചതായി ടെസ്ല മേധാവി ഇലോൺ മസ്ക് സ്ഥിരീകരിച്ചു. ടെസ്ലയ്ക്കായി സാംസങ് വരും തലമുറ AI6 ചിപ്പുകളാണ് നിർമ്മിക്കുകയെന്ന് മസ്ക് വ്യക്തമാക്കി. എക്സിലൂടെയാണ് മസ്ക് കരാറിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ടെസ്ലയുടെ നെക്സ്റ്റ് ജനറേഷൻ AI16 ചിപ്പ് നിർമ്മിക്കുന്നത് സാംസങ്ങിന്റെ ടെക്സസ് ഫാബ് ആയിരിക്കും. സാംസങ് നിലവിൽ A14 നിർമ്മിക്കുന്നു. ഡിസൈൻ പൂർത്തിയാക്കിയ AI5 TSMC ആദ്യം തായ്വാനിലും പിന്നീട് അരിസോണയിലും നിർമ്മിക്കുമെന്ന് മസ്ക് പറഞ്ഞു. 2033 ഈ കരാർ അവസാനിക്കുക. നിർമ്മാണ ബിസിനസ്സിൽ സാംസങ് സമീപ വർഷങ്ങളിൽ തായ്വാനിലെ TSMCയേക്കാൾ പിന്നിലായിരുന്നു. ഈ കരാറിലൂടെ ബിസിനസ് പുനരുജ്ജീവനമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ $3.63 ബില്യൺ കവിയുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഡിവിഷനിലെ പ്രവർത്തന നഷ്ടം കുറയ്ക്കാൻ ഈ കരാർ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സാംസങ് ടെസ്ല സഹകരണം US ദക്ഷിണ കൊറിയ വ്യാപാര ബന്ധവും ശക്തമാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ദക്ഷിണ കൊറിയയ്ക്ക് മേൽ ട്രംപ് 25% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കുറയ്ക്കാനും സഹകരണം സഹായിക്കുമെന്നാണ് ദക്ഷിണ കൊറിയയുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 31,500-ലധികം സർക്കാർ ജീവനക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുത്തതായി ധനമന്ത്രാലയം. NPSന് ലഭ്യമായതുപോലെ നികുതി ആനുകൂല്യങ്ങൾ UPSനും സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 ധനമന്ത്രാലയം പറഞ്ഞു. ജൂലൈ 20 വരെ 31,555 കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2025 ജൂലൈ 20 വരെ 7,253 ക്ലെയിമുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ 4,978 ക്ലെയിമുകൾ UPS പ്രകാരം പ്രോസസ് ചെയ്തിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 2025 ഏപ്രിൽ 1 മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ ഒരു ഓപ്ഷനായി സർക്കാർ UPS അവതരിപ്പിച്ചു. ജീവനക്കാരുടെയും അസോസിയേഷനുകളുടെയും പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ UPS തെരഞ്ഞെടുക്കാനുള്ള കട്ട് ഓഫ് തീയതി 2025 സെപ്റ്റംബർ 30 വരെ 3 മാസത്തേക്ക് നീട്ടിയതായി സീതാരാമൻ പറഞ്ഞു. യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് UPS പ്രകാരം അധിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ 25,756 വിരമിച്ച കേന്ദ്ര സർക്കാർ വരിക്കാർ യോഗ്യരാണെന്ന് അവർ വ്യക്തമാക്കി. 2025 മാർച്ച് 31 അതിനു മുമ്പോ 10 വർഷമോ അതിൽ കൂടുതലോ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം വിരമിച്ചതോ മരിച്ചതോ ആയ കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് ഈ യോഗ്യരായ വരിക്കാർ എന്ന് മന്ത്രി വ്യക്തമാക്കി. 1961 ആദായ നികുതി നിയമപ്രകാരം NPSന് ലഭ്യമായതുപോലെ നികുതി ആനുകൂല്യങ്ങൾ UPSനും സർക്കാർ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ആദ്യ IT ക്യാമ്പസായ ടെക്നോ പാർക്ക് തലസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് 35 വർഷം. കേരളത്തിന്റെ IT ഭൂപടത്തിന്റെ മുഖമുദ്രയായി ടെക്നോ പാർക്ക് മാറിയതിന് പിന്നിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെയും രാഷ്ട്രീയ സഹകരണത്തിന്റെയും പങ്ക് പരമപ്രധാനമാണ്. തിരുവനന്തപുരത്തെ സാങ്കേതിക ഹബ്ബാക്കി ഉയർത്തുന്നതിൽ ടെക്നോ പാർക്കിന്റെ പങ്ക് നിർണായകമാണ്. അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ്, ബിസിനസ് സൗഹൃദ അന്തരീക്ഷം എന്നിവ നിലനിൽക്കുന്നതിനാൽ ആഗോള IT ഭീമന്മാർ, രാജ്യത്തെ പ്രമുഖ കമ്പനികൾ,
അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ നിരന്തര തെരഞ്ഞെടുപ്പ് കേന്ദ്രം കൂടിയാണ് ടെക്നോ പാർക്ക്. സംസ്ഥാനത്തിന്റെ IT കയറ്റുമതി രംഗത്ത് സുപ്രധാന സംഭാവനയാണ് ടെക്നോ പാർക്ക് നൽകുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 13,255 കോടിയായിരുന്നു ഇത്. 2024-25 സാമ്പത്തിക വർഷം 15% അധിക വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുന്നതിന് ടെക്നോ പാർക്ക് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി ഇന്ന് ടെക്നോ പാർക്ക് 5 ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു. 760 ഏക്കറിൽ 12.72 ദശലക്ഷം ചതുരശ്ര അടിയിലാണ് പ്രവർത്തനം. ഇൻഫോസിസ്, UST, TCS, HCL ടെക്, ആക്സെഞ്ചർ, ടാറ്റ എൽക്സി, നിസാൻ ഡിജിറ്റൽ, ഒറാക്കിൾ, IBS, ക്വസ്റ്റ് ഗ്ലോബൽ, ടൂൺസ് അനിമേഷൻ തുടങ്ങിയ ആഗോള പ്രമുഖ സ്ഥാപനങ്ങൾക്കൊപ്പം 500-ലധികം കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ICT അക്കാദമി ഓഫ് കേരള, കേരള സ്പേസ് പാർക്ക്, പ്രവർത്തനത്തിനൊരുങ്ങുന്ന ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളും ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അർമാഡ, ദുബായ് ഇൻഷുറൻസ് തുടങ്ങിയ വിദേശ കമ്പനികൾ അവരുടെ ഇന്ത്യൻ പ്രവർത്തന കേന്ദ്രമായി ടെക്നോ പാർക്കിനെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ലോകോത്തര IT അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രവർത്തനക്ഷമമാക്കുന്നതിനുമായി നിരവധി ഡെവലപ്പർമാരുമായി സഹകരിച്ചു വരുന്ന ടെക്നോ പാർക്ക് നിർണായകമായ വളർച്ചാഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ വികസനത്തിലിരിക്കുന്ന 4 ദശലക്ഷം ചതുരശ്രയടിയിലധികം വിസ്തീർണമുള്ള സ്ഥലം തയ്യാറായാൽ 30,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ടോറസ് എംബസിയുടെ ഡൗൺ ട്രിവാൻഡ്രം പ്രോജക്ട്, TCS ITES ക്യാമ്പസ്, ബ്രിഗേഡ് എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ വെൽ ട്രേഡ് സെന്റർ, പ്രീ ഫാബ്രിക്കേറ്റഡ് കെട്ടിടങ്ങൾ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്നിവയാണ് പ്രധാന വികസനങ്ങൾ. കേരള സ്പേസ് പാർക്ക്, കേരള ഡിഫൻസ് ഇന്നൊവേഷൻ സോൺ, MSME ടെക്നോളജി സെന്റർ, എമർജിംഗ് ടെക് ഹബ്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, മ്യൂലേൺ ബൈ G-Tech, യൂണിറ്റി മാൾ തുടങ്ങിയവ പ്രമുഖ വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മൈഫിൻ TV, തിരുവനന്തപുരം.